ഹലോ വെൽക്കം ടു ജേണി വിത്ത് മിസ്റ്റർ ഇൻപെർഫെക്റ്റ്. സോ ഇന്നിപ്പോൾ ദുബായ് റൗണ്ടാണ് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ദുബായ് റൗണ്ടിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫുള്ളി ക്രൗഡാണ്. ഓൾമോസ്റ്റ് 2 lakh എബോ ആൾക്കാരാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താ, ഷെയ്ഖ് സായിദ് റോഡിൽ ഇത്രയും വലിയൊരു ക്രൗഡൊന്നും നമ്മൾ എക്സ്പീരിയൻസ്, കാരണം ഫസ്റ്റ് ടൈമാണ് ദുബായിൽ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നോക്കി. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി വരാനുണ്ട്. ഇപ്പം 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഡേ ലൈറ്റ് ആയിട്ട് കുറച്ച് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാം. അതിൽ ചില സംഭവങ്ങളൊക്കെ പാറിപ്പറന്ന് ഇറങ്ങുന്നുണ്ട്. പാരാഗ്ലൈഡിങ് ആണ്. പക്ഷെ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. ഫുൾ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ദുബായ് റൗണ്ടിൻ്റെ ആൾക്കാരാണ്. പക്ഷേ നമ്മൾ റേസ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് ടീഷർട്ട് ഇല്ല നമുക്ക്. അയ്യോ, ഇപ്പോൾ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് എൻട്രി ആവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം സൈക്കിൾ ഇവന്റ് അങ്ങനെ കാര്യങ്ങളായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നല്ല നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് വല്ലവരും വണ്ടിയിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഒരു വാക്കിംഗ് എക്സ്പീരിയൻസോട് കിട്ടാനായിട്ട് പോണത്. ഓക്കെ, അതുപോലെ ഫുള്ള് എൻറ്റയർലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കാനുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ കണ്ടറിയാം. ഇതൊന്ന് നോക്കിയേ, വെടിയുണ്ട പോലെ വണ്ടികൾ പോകണം നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡ്. ഒരൊറ്റ വണ്ടികളല്ല, ഫുള്ള് നമ്മൾ ആൾക്കാർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. As many of you are getting off the metro, make your way to your marshalling areas. We do have volunteers. ഇത്രയും തിരക്കുള്ള ടൈമിലും ഈ റോഡ് ക്ലീനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ടും കൂടെ ഒരു ആൾക്കാരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. Look around you. I want to see high fives. I want to see hugs. Let's get involved. This is what Dubai is all about this morning. All right, I'm going up right now. Good morning, Dubai. This is it. The moment that many of you have been waiting for throughout the entire year. Welcome to the Dubai Run. We want to thank you for the big one, the grand finale, the world's largest fun run. We've got everyone, families, aspiring runners, pro athletes and more. And we are all here this morning to celebrate what this great city is all about. If you're in the crowd, and if you've never experienced Untold Dubai, get ready because it will be back. 5 kilometer റൺ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ നടന്ന് 4 kilometer ഗൈസ് നടത്തിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. 5 kilometer ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയതാ. അപ്പോൾ നടന്ന് ഇപ്പുറത്തെ മെട്രോ സ്റ്റേഷൻ 2 ആയി കഴിയുന്നു. ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. മുമ്പിൽ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് വീഡിയോസ് ഇടാൻ പറ്റില്ല കേട്ടോ, കാരണം കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. Dubai, I can see you doing the Macarena. We are expecting record numbers here this morning. Dubai Fitness Challenge 2024. We want to welcome you all here this morning for one of the most epic moments that the city will see for this year. We've got our drones in the air. We've got our music playing. We've got everything that you need to be here this morning. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദുബായ് റൺ എന്ന് പറയുന്നത് മൊത്തം വാക്കായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്, കാരണം അത്രയും ആൾക്കാരുണ്ട്. Come on Dubai, let me see those moves. Everybody, one hand in the air, let's go. This is a beautiful moment. 2024, 3, 2, let's scream.
to be running safely on Sheikh Zayed Road. Can hear us from up there. Yo, Dubai, make some noise! Only in Dubai could we have skydivers above Sheikh Zayed Road. And you know they're going to be coming straight above you. Get those cameras ready. Make sure you tag us at Dubai Fitness Challenge. That's quite a tight turning circle. And welcome to the greatest city in the world. This is Dubai. Here we go. And most importantly, look at you, Dubai. Look at you. We are so proud of you. We are so proud of you. No matter where you're from, we want to say welcome. സംഭവം ഓടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഓടി തുടങ്ങിയാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാരെ നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ കഴിയുമ്പോൾ ഇപ്പോൾ ഓടുന്ന ആൾക്കാരുടെ എൻ്റെ ആവേശമൊക്കെ കഴിഞ്ഞോളും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് ആ ഒരു വേ ക്ലിയർ ആയി കിട്ടുന്നത്. ഇപ്പോൾ ഒരു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഓടി തുടങ്ങി കഴിഞ്ഞാലും എന്താണെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടണമെങ്കിലേ നമ്മൾ മറ്റേ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ ബൈക്കും കൊണ്ട് പോകില്ലേ, അതുപോലെ പോകേണ്ടി വരും. പണ്ട് മറ്റേ കുതിരാനിലെ ടണലൊക്കെ വരുന്നതിന് മുമ്പ് അതിലെ ബൈക്കും കൊണ്ട് പോകുമ്പോഴുള്ള അവസ്ഥയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് എസിട്ട് പാമ്പ് കളിച്ച് പോകേണ്ടി വരും. അതും ഞാൻ പറഞ്ഞേ ഓടിക്കഴിഞ്ഞത് ഇങ്ങനെ ഓടേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ക്രൗഡ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ എക്സ്പെക്ട് ചെയ്തതിൻ്റെതൊക്കെ അപ്പുറത്തേക്കുള്ള ക്രൗഡാണ് കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫ്രണ്ടിലൊരു സെക്ഷനാണ്, ഒരു സൈഡാണ്, അനദർ സൈഡ്. ഇത് ആക്ച്വലി എത്ര ദൂരത്തിലേക്ക് ആൾക്കാരുണ്ടെന്ന് പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. കാരണം അത്ര ആൾക്കാർ ഇത് ഈ ഒരു ഇവന്റിലുണ്ട്. ഇത്രയും തിരക്കുള്ള ഷെയ്ഖ് സയ്യിദ് റോഡ് വേൾഡിൽ തന്നെ മോസ്റ്റ് ബിസി ആയിട്ടുള്ള റോഡുകളൊന്നാണ്. അത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഫുൾ ആ ഒരു ട്രാഫിക്കിന് വേറെ ഡീവിയേഷൻ കൊടുത്ത് ഇക്കണ്ട ആൾക്കാരെ മൊത്തം ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. UAE എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ ഒരു പ്ലാനിങ്ങും ഇവിടെ എന്തും പോസിബിൾ ആണ്. ജസ്റ്റ് നമ്മളൊരു കഴിഞ്ഞ ന്യൂ ഇയറിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് വലിയൊരു ക്രൗഡിനെ ഒരൊറ്റ പോലീസ് വണ്ടി അല്ലെങ്കിൽ ഒരൊറ്റ ഒരു പോലീസ് മാൻ സിംഗിൾ മാൻ നിന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതാണ് ആക്ച്വലി ഈ ഒരു ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി ആണെങ്കിലും എന്തൊരു കാര്യത്തിലും ഇവരൊരു പ്രോഗ്രാം അവർ കണ്ട് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഇത്രയും 120+ കെഎം സ്പീഡുള്ള റോഡാണ്. ഇത് ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പം നിലവിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ബുർജ് ഖലീഫ ഓക്കെ ബുർജിന്റെ വ്യൂ ആണത്. സോ ഇത് എൻ്റയർലി ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത് ഇത്രയും വലിയൊരു ഇവന്റ് ഇവരിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ എന്തും പോസിബിൾ ആണ്. ദുബായിലൊന്നും പോസിബിൾ അല്ലാത്ത ഒന്നുമില്ല. കാരണം ഇവിടെ ഇമ്പോസിബിൾ എന്നൊരു വേർഡില്ല. കാരണം ഇമ്പോസിബിൾ എന്ന് പലരും പറഞ്ഞ സാധനമാണ്. ബുർജ് ഖലീഫ എന്ന് പറയുന്ന സാധനം ഒരു ദുബായിയുടെ മണ്ണിൽ പണിതെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഇവന്റ്സ് ഇവർക്ക് ഇവിടെ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വേൾഡിലെ എല്ലാ നാഷണാലിറ്റീസിനും ഇവിടെ കൊണ്ടുവന്ന് ഒരുപോലെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഇത്രയും വേൾഡിലെ ഏറ്റവും മോസ്റ്റ് സേഫസ്റ്റ് സിറ്റി ഇപ്പോൾ അബുദാബിയും സെക്കൻഡ് ദുബായും. സോ അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു അഷ്യൂരിറ്റിയും. നാട്ടിലേക്ക് നമ്മൾ ഈ പൂരത്തിന് മേലേക്കൊക്കെ പോകുമ്പോൾ ഈ ബസ്സിലും എല്ലാത്തിലും ഉണ്ടാവും ഈ തോണ്ടാനും ഞെരനാനൊക്കെ നിൽക്കുന്ന കുറച്ച് ഞെരമ്പുള്ള കുറച്ച് ടീംസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള എണ്ണം പോലും ഇവിടെ കാണാൻ കിട്ടില്ല. കാരണം തൊട്ടാൽ കൈവെട്ടും. അത് അങ്ങനത്തെ കുറച്ച് ചില കാര്യം. കാരണം നമുക്ക് അറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും പുറത്തൊരു ക്രൗഡിലേക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം. കാരണം അത്രത്തോളം നമ്മളിങ്ങനെ അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന രീതിക്കാണ് നമ്മളവർ കൊണ്ടുപോകുക. കാരണം എന്താ ഞെരമ്പന്മാരെ കയ്യിലിരിപ്പ് കാരണം. പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് നേരത്തെ ഇറങ്ങി നടക്കാം. നോക്കിയത് സൺറൈസ് ദുബായ്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസ് അത്ര ക്ലിയർ ആയിരിക്കില്ലേ. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് സൂര്യൻ ക്യാമറയൊക്കെ അടിക്കണേ കേട്ടോ. ആക്ച്വലി ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. നല്ല രസമുള്ള വിഷ്വൽസ് കിട്ടിയാണ്. ദുബായ് പറഞ്ഞ പോലെ തന്നെ ബുർജ് ഖലീഫയുടെ ഒക്കെ വ്യൂ ഉണ്ടോ. സോ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ അവസരമാണ്. കാരണം ഒന്നും എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഫോട്ടോ എടുത്തരാൻ എൻ്റെ ഇവിടെ ആരുമില്ല. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുത്തരാം. പിന്നെ നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടിക്കൊന്നും നിൽക്കില്ല. ചുമ്മാ ഇങ്ങനെ കിട്ടുന്ന കുറച്ച് വിഷ്വൽസ് മാത്രം ഇങ്ങനെ കവർ ചെയ്ത് വിടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 months മേലേക്കായി. പക്ഷേ എൻ്റെ ദുബായിൽ നിന്നുള്ള ഫോട്ടോസ് ഭയങ്കര കുറവായിരിക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ പോകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. എടുത്തരാരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ എടുക്കാനും മടിയാണ്. കൂടുതലായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാറൊന്നുമില്ല.
ഏതുണ്ടോ കാളേനെ തെളിക്കില്ലേ, അതുപോലെ ഒരു അമ്മായി അവിടെ നിന്ന് തെളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ടീംസ് കാണാം കേട്ടോ. ഓടണൊക്കെ ആക്കിക്കൊണ്ട് പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും നമ്മൾ കൊണ്ട് ഓടാൻ സാധിക്കില്ല, അത്രയും തിരക്കാം. ഇപ്പം എന്താണെങ്കിലും ലാസ്റ്റത്തെ റൗണ്ടെങ്കിലും ഓടാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ഇപ്പം എന്താണെങ്കിലും മെല്ലെ കയറി തുടങ്ങുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല പറ്റുന്നത്, കാരണം അത്രത്തോളം തിരക്കുണ്ട്. മോസ്റ്റ് ഇപ്പം തന്നെ ബാക്കിലൊക്കെ ഉണ്ടോ ഇത്രയും ക്രൗഡാണ്. ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടും ക്രൗഡറാണ്, ഓടാനുള്ള സ്പേസ് ഇല്ല. देखो वो तो फर्स्ट आने का सोचा हुआ है. ഓടി തുടങ്ങാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. എത്ര ദൂരം കണ്ടിന്യൂ ആവുമെന്ന് അറിയില്ല, ഫുള്ളി സ്റ്റക്കാണ്. നാട്ടിലെ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടെ ബൈക്കും കൊണ്ട് ഓടലുണ്ട്. ഇവിടെ വന്നിട്ട് ബൈക്ക് ഓടിക്കാൻ പറ്റില്ലെങ്കിലും സെയിം ഫീൽഡിൽ ഇതിനകത്ത് കൂടെ ഇപ്പോൾ ഓടേണ്ട അവസ്ഥയാണ്. ഓക്കെ, ഓടിയെത്തി മുഴുവനാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതാണ് കേട്ടോ കട്ടിങ്ങിട്ട് കയറണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ കുറച്ചെങ്കിലും മൂവിങ്ങെങ്കിലും ഉണ്ട്. കുറേ ദൂരം നടന്നെങ്കിലും ലാസ്റ്റ് റൗണ്ട് നല്ല ഓടി തീർത്തിട്ടുണ്ട്. അയ്യോ ഇന്നലെ ലെഗ് ഡേ ആയിരുന്നു. ലെഗ് ഡേ കഴിഞ്ഞിട്ട് ഈ ഒരു ഓട്ടം അയ്യോ പക്ഷെ എന്നാലും കംപ്ലീറ്റ് ചെയ്തു. ഓടാനുള്ള സ്പേസ് കിട്ടിയപ്പോൾ തൊട്ട് ഓടി തുടങ്ങി, പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അയ്യോ എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒന്നും ഇത്രയും ആൾക്കാരില്ലെങ്കിൽ ഇത്രയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വരുമ്പോഴും ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഇവിടെ ദുബായ് ആണ്, ഇവിടെ എന്തും പോസിബിളാണ്, ഇവിടെ ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. ആ ഒരു ഗ്യാരണ്ടി രാജ്യം നമുക്ക് തരുന്നതാണ്. അതെന്ത് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ പ്ലാനിങ് കൊതിച്ചു പോവും. ഇതുപോലെ കുറച്ച് വിവരമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വല്ല നാടിന് വേണ്ടി പണിയെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം നാടിന് വേണ്ടി അവിടെ തന്നെ ഒന്ന് പണിയെടുക്കായിരുന്നു. പറയേണ്ട കാര്യമില്ല, നാട്ടിൽ ജോലി ചെയ്യുന്നതിന് 15,000 രൂപ ശമ്പളം, അതേ ഉള്ളവൻ എക്സ്പീരിയൻസ് ഉള്ളവനോടെ വന്നാൽ അവന് 1,00,000 രൂപ ശമ്പളം. ടാക്സ് റീസൺ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. ഇവൻ്റെ ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ റിട്ടേൺ ആണ്. ഇന്നിപ്പോൾ ആക്ച്വലി മെട്രോ ഫ്രീ ആണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഫസ്റ്റ് കയറിയ മെട്രോ സ്റ്റേഷനിൽ ക്യാഷ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നോൾ കാർഡ് എടുക്കാൻ മറന്നിട്ടാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ എക്സിറ്റ് ആവുന്ന ടൈമിൽ ഫ്രീ ആയിരുന്നു. ഇനിയിപ്പോൾ എൻട്രി ആവുന്ന ടൈമിലും ഫ്രീ തന്നെ ആയിരിക്കും. പൊതുവേ ദുബായ് റണ്ണിൻ്റെ ടൈമിലൊക്കെ മെട്രോ ഫുള്ള് ഫ്രീ ആണെന്ന് കേട്ടിട്ടുള്ളത്. പക്ഷേ അത് ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ പെയ്ഡ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ദുബായ് മോളിനകത്താണ് സാധാരണ. ഈ ദുബായ് മോളിനകത്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് മെട്രോ കണ്ടുപിടിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് മണിക്കൂർ കിടന്ന് കറങ്ങിയിട്ടുണ്ട്. അയ്യോ എത്ര തപ്പിക്കഴിഞ്ഞാലും കിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ എന്താ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പോകുന്നുണ്ടല്ലോ ഓട്ടം കഴിഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പുറകെ പിടിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മെട്രോയിൽ എത്താൻ പറ്റും. സോ മിസ്റ്റർ ഇംപെർഫെക്റ്റിൻ്റെ ദുബായ് റണ്ണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ നമ്മുടെ റണ്ണും കഴിഞ്ഞ് കുടുംബത്ത് പോവുകയാണ്. അടുത്തടുത്ത ആൾക്കാർ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡേയ്സ് കുറച്ച് വീഡിയോസ് വരാനുണ്ട്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊരു പ്രതീക്ഷയിലാണ് ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുള്ളത്. എനിക്ക് എഡിറ്റിംഗ് കഴിയുമ്പോൾ എല്ലാം കൂടി ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്യുമോ അതോ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ബൈ.